ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മഞ്ഞക്കിളിയുടെ കഥ കേട്ടാലോ? ഒരു വലിയ മരത്തിൽ ഒരു മഞ്ഞക്കിളി കൂടുകൂട്ടി താമസിച്ചിരുന്നു. മഞ്ഞക്കിളി ആ കൂട്ടിനുള്ളിൽ 2 മുട്ടകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നും രാവിലെ ആ കിളുമ്പോൾ തീറ്റ തേടി പുറത്തുപോകും. വേഗം തന്നെ കൂട്ടിൽ മടങ്ങിയെത്തും. അങ്ങനെ ഒരു ദിവസം തീറ്റയും തേടി മഞ്ഞക്കിളി പുറത്തുപോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു മാവിൽ കുറേ മാങ്ങകൾ പഴുത്തു നിൽക്കുന്നത് കണ്ടു. മാമ്പഴം കഴിക്കാമെന്ന് കരുതി മഞ്ഞക്കിളി മാവിന്റെ ഒരു ചില്ലയിൽ ചെന്നിരുന്നു. പക്ഷേ ആ ചില്ലയിൽ പക്ഷി പിടുത്തക്കാർ ഒരു കെണി വച്ചിട്ടുണ്ടായിരുന്നു. പാവം മഞ്ഞക്കിളി ഇതൊന്നും അറിഞ്ഞില്ല. മാമ്പഴം കഴിച്ച് വേഗം കൂട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ച് പറന്ന ഉടൻ തന്നെ മഞ്ഞക്കിളിയുടെ കാലിൽ കുരുക്ക് മുറുകി. പാവം മഞ്ഞക്കിളി പേടിച്ച് നിലവിളിച്ചു. തന്റെ കൂട്ടിലെ മുട്ടകളെ ഓർത്ത് അവൾ വിഷമിച്ച് കരഞ്ഞു. അപ്പോഴാണ് മാമ്പഴം കഴിക്കാനായി ഒരണ്ണാറക്കണ്ണൻ എത്തിയത്. അവൻ ഓടിക്കയറി മരത്തിന്മേൽ പെട്ടെന്ന് അവൻ കണ്ടു കുടുക്കിൽ പെട്ടുപിടയുന്ന മഞ്ഞക്കിളിയെ. മഞ്ഞക്കിളി അണ്ണാർക്കണ്ണനോട് കരഞ്ഞു പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. കരച്ചിൽ കണ്ട അണ്ണാർക്കണ്ണൻ മഞ്ഞക്കിളിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പേടിക്കണ്ട മഞ്ഞക്കിളി, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ ഒരു കാക്കയും അവിടേക്ക് പറന്നുവന്നു. മഞ്ഞക്കിളിയെയും രക്ഷിക്കാൻ ശ്രമിക്കുന്ന അണ്ണാർക്കണ്ണനെയും കണ്ടപ്പോൾ കാക്ക അങ്ങോട്ട് പറന്നു ചെന്നു. അണ്ണാർക്കണ്ണൻ കെണിയുടെ ചരട് കടിച്ചു മുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കട്ടിയുള്ള ചരടായതിനാൽ അത് മുറിയുന്നില്ല. അവൻ കടിച്ചുകൊണ്ടിരുന്നു. കാക്ക അവരെ സഹായിക്കാൻ അവിടെ നിന്നു. അപ്പോഴതാ വരുന്നു പക്ഷിപ്പിടുത്തക്കാരൻ. മഞ്ഞക്കിളി കുടുക്കിൽപ്പെട്ടത് അവൻ താഴെ നിന്ന് കണ്ടു. പക്ഷിപ്പിടുത്തക്കാരന് സന്തോഷമായി. അയാൾ മരത്തിൽ കയറാൻ തുടങ്ങി. പക്ഷിപ്പിടുത്തക്കാരൻ മരത്തിൽ കയറുന്നത് കണ്ടപ്പോൾ മഞ്ഞക്കിളിയും അണ്ണാനും കാക്കയും പേടിച്ചു. മഞ്ഞക്കിളി പേടിച്ചു വിറച്ചു കരയുന്നത് കണ്ടപ്പോൾ കാക്ക പറഞ്ഞു, പേടിക്കണ്ട മഞ്ഞക്കിളി, അയാൾ മുകളിൽ വരാതെ ഞാൻ നോക്കിക്കോളാം. അണ്ണാറക്കണ്ണ, നീ പെട്ടെന്ന് ചരട് മുറിക്കാൻ നോക്ക് എന്നു പറഞ്ഞു കാക്ക താഴേക്ക് പറന്നു. അണ്ണാറക്കണ്ണൻ ചരട് കടിച്ചു മുറിച്ചുകൊണ്ടിരുന്നു. മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്ന പക്ഷിപ്പിടുത്തക്കാരന്റെ തലയിൽ കാക്ക പറന്നുവന്ന് കൊത്തി. പേടിച്ചുപോയ അയാൾ കൈകൊണ്ട് കാക്കയെ തട്ടി മാറ്റി വീണ്ടും കയറാൻ ശ്രമിച്ചു. അന്നേരം കാക്ക അയാളുടെ തലയിൽ ശക്തിയായി വീണ്ടും വീണ്ടും കൊത്തി. വേദന കൊണ്ട് കൈ പിടിവിട്ടുപോയ പക്ഷിപ്പിടുത്തക്കാരൻ മരത്തിൽ നിന്നും അന്ന് താഴെ വീണു. താഴെ വീണ ആളെ കാക്ക പിന്നെയും പറന്നു ചെന്നു കൊത്തി. പേടിച്ചുപോയ അയാൾ ഓടിപ്പോയി. ആ സമയം അണ്ണാറക്കണ്ണൻ ചരട് കടിച്ചു കടിച്ച് അങ്ങനെ ചരട് മുറിച്ചു. അപ്പോഴേക്കും കാക്കയും തിരിച്ചെത്തി. കെണിയിൽ നിന്നും രക്ഷപ്പെട്ട മഞ്ഞക്കിളി അവൾ അണ്ണാറക്കണ്ണനോടും കാക്കയോടും നന്ദി പറഞ്ഞു. മഞ്ഞക്കിളിയുടെ കൂട്ടിലെ മുട്ടയുള്ള കാര്യവും എല്ലാം അവൾ അവരോട് പറഞ്ഞു. നിങ്ങളില്ലായിരുന്നേൽ അയാൾ എന്നെ പിടിച്ചുകൊണ്ടു പോയേനെ. നിങ്ങൾ എന്നെയും എന്റെ മക്കളെയും രക്ഷിച്ചു. നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്റെ അടുത്ത് വരണം. നമ്മളെല്ലാവരും ഇന്നു മുതൽ കൂട്ടുകാരാണ്, മഞ്ഞക്കിളി പറഞ്ഞു. അപ്പോൾ കാക്ക പറഞ്ഞു, ശരിയാണ്, ഇന്നു മുതൽ നമ്മളെല്ലാം കൂട്ടുകാരാണ്. അണ്ണാറക്കണ്ണൻ പറഞ്ഞു, മഞ്ഞക്കിളി, നീ ഇനി മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നതുവരെ ഇനി തീറ്റയും തേടി പുറത്തു വരേണ്ട. നിനക്കുള്ള ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നു തരാം. മഞ്ഞക്കിളിക്ക് സന്തോഷമായി. അവൾ ചിരിച്ചു. അങ്ങനെ മഞ്ഞക്കിളി കാക്കയോടും അണ്ണാറക്കണ്ണനോടും യാത്ര പറഞ്ഞ് അവളുടെ കൂട്ടിലേക്ക് പറന്ന് പോയി. കൂട്ടുകാരെ, മഞ്ഞക്കിളിയുടെ കഥ ഇഷ്ടമായോ? അപ്പോൾ മറ്റൊരു നല്ല കഥയുമായി വീണ്ടും വരാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ.